ഹലോ ഫ്രണ്ട്സ്, നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് സ്റ്റൈലിൽ നമുക്ക് സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ആക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയത്തൊന്നും കഴിയാണ്ട് നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണായിട്ട് ക്യാരം സീഡ്സ് എടുത്തിട്ടുണ്ട്. ഹോമം എടുത്തിട്ടുണ്ട് 1 ടീസ്പൂണായിട്ട്. നന്നായിട്ട് ഇതിലേക്ക് കയ്യിലിങ്ങനെ ക്രഷ് ആക്കിയിട്ട് നമ്മൾക്കിങ്ങനെ ആഡ് ആക്കുമ്പോൾ നല്ല ഫ്ലേവർ നല്ല ഇൻഹാൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആവശ്യത്തിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്തിയ ശേഷം നന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണായിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ഇനി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യിൻ്റെ ഇനി കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്തി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് നെയ്യ് ഒരു കമ്മി തോന്നിയതാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ചുകൂടെ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഈ എല്ലാ മൈദപ്പൊടിക്ക് നന്നായിട്ട് നമുക്ക് ഈ നെയ്യല്ലേ റഫാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് ക്രിസ്പി ക്രഞ്ചി ആയിട്ട് നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ നന്നായിട്ട് 2 കൈ എടുത്തിട്ട് ഫസ്റ്റ് എല്ലാവിടെയും റഫാക്കി കൊടുക്കണം നെയ്യ്. പിന്നെ ഇതേപോലത്തെ ഒരു പിടിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇതേപോലത്തെ ഒരു ഉരുണ്ട കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലഡ്ഡു കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിനി നെയ്യ് ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ കിട്ടുന്നില്ല അത്രയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇതിന് ജാസ്തി നെയ്യ് ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് മാവ് കുഴച്ചെടുക്കണം. അല്ലാണ്ട് നമുക്ക് ചപ്പാത്തി പോലത്തെ സോഫ്റ്റായിട്ട് മീഡിയം സോഫ്റ്റായിട്ട് അങ്ങനെ ഇതൊന്നും മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. എത്ര കട്ടിയിൽ മാവ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അത്ര കട്ടിയിൽ മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയിലായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് സൈഡിലേക്ക് മൂടി വയ്ക്കുക. ജസ്റ്റ് ഇത് തുറന്ന് വെക്കേണ്ട. ഒരു മൽമൽ തുണി എടുത്തിട്ട് കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. അല്ലാണ്ട് ഇതേപോലത്തെ ഒരു ലീഡ് എടുത്തിട്ട് മൂടി വെച്ചത്. അപ്പോൾ 1 കപ്പത്ത് ഞാൻ 1/4 കപ്പ് വെള്ളം ചിലവായിട്ടുണ്ട്. 6 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 6 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് കുഞ്ഞു ഉരുളക്കിഴങ്ങായിട്ട് ഞാനൊരു 6 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ബോയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂണായിട്ട് ജീരകം, 1/4 ടീസ്പൂണായിട്ട് കടുകും, 1/2 ടീസ്പൂണായിട്ട് ഹോമം സീഡ്സ്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിട്ട് കരിങ്ങ ജീരകം. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിരങ്ങ് ജീരകമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ചേർത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അവിടെ ഹിന്ദിയിൽ പറയുമ്പോഴേക്ക് പഞ്ചപോറൻ മസാല പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഈ കടുകും ജീരകം ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്ക് വെട്ടലമുളകും, പിന്നെ 1 ടീസ്പൂണായിട്ടും പച്ചമുളകും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുമോ ഇത് കളർ പച്ച. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പുതിന മല്ലിയില ഇതൊക്കെ ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതന്നെ പച്ച കളറും. പിന്നെ 2 ടേബിൾ സ്പൂണായിട്ടും നെൽക്കടല, പിന്നെ 2 ടേബിൾ സ്പൂണായിട്ട് ഗ്രീൻ പീസ്. അപ്പോൾ നെൽക്കടല ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പാക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ ചേർത്തി കൊടുത്താൽ കുറച്ച് സ്വാദും കൂടും, അത്രയാണ്. പിന്നെ 1 ടീസ്പൂണായിട്ട് മുളക് പൊടി, 1/4 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി. ഇത് ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഈ പൊടി മസാല ചേർത്തി കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് മസാല കറിഞ്ഞു പോകേണ്ട ഒരു ചാൻസ് ഉണ്ടാവും, കറിഞ്ഞു പോകാൻ നിൽക്കണ്ട. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണായിട്ട് ചാട്ട് മസാല, പിന്നെ 1/2 ടീസ്പൂണായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തത് ഡ്രൈ മാങ്ങപ്പൊടി, ആംചൂർ പൗഡറിന് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം ഇനി കുറച്ച് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തി കൊടുക്കണം. എന്നിട്ട് ഉപ്പ് ചേർത്തിൻ്റെ ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾക്കിനി നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്തിട്ടുണ്ടല്ലേ, അത് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ തന്നെ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പൊട്ടിച്ച് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് മാഷ് ചെയ്യേണ്ട അല്ലാണ്ട് കത്തി എടുത്തിട്ട് മുറിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്താൽ മതി.
പിന്നെ നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് 2 to 3 മിനിറ്റ്സ് മാത്രം നമ്മൾക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ മസാല ഉരുളക്കിഴങ്ങിൻ്റെ അവിടെ ഉപ്പും മസാലപ്പൊടികൾ ഇതൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഈ ഫില്ലിങ് ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിൽ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തണുപ്പായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പാവാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരത്തെ നമുക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ടല്ലേ, അതെടുത്തിട്ട് ഇനി നോക്കിക്കോ, ഇനി കുറച്ചുകൂടെ മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കട്ടിൽ കുഴച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിലേക്ക് 2 മിനിറ്റ് ഇങ്ങനെ മസാജാക്കി എടുക്കണം. പിന്നെ മാക്സിമം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് കൊടുത്താൽ മതി മാവിന്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല റിസൾട്ട് നമ്മൾക്ക് കിട്ടും. പക്ഷെ അങ്ങനെ സമയമില്ലെങ്കിൽ ഒരു എന്തായാലും 10-15 മിനിറ്റ് മാത്രം നമ്മൾക്ക് ഒന്ന് റെസ്റ്റ് കൊടുത്താൽ മതിയാവും. പിന്നെ നാരങ്ങൻ്റെ വലുപ്പ് നമ്മൾ ഇതേപോലത്തെ ഉരുണ്ട തയ്യാറാക്കി എടുക്കട്ടെ, നമുക്ക് ബോൾസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒരു നാരങ്ങ ഉണ്ടാവില്ലേ, ആ വലുപ്പിൽ ഞാനിപ്പോൾ ഇവിടെ ഉരുണ്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ തുറന്ന് വെക്കേണ്ട, ഇതേപോലത്തെ മൂടി വെച്ചാൽ മതി. എന്നിട്ട് വെറും ഉരുണ്ട എടുത്തിട്ട് നമ്മൾക്ക് ഇനി പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കുക സമോസ ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഷീറ്റിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. ഇതേപോലത്തെ ജസ്റ്റ് നീളത്തിൽ നോക്കിയപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഓയിലും ഡ്രൈ പൊടി ഇതൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് തേച്ചിട്ടില്ല കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, ഒന്നുമില്ല. ഇതേപോലത്തെ നീളത്തിൽ നമ്മൾക്ക് പരത്തിയെടുക്കണം, അത്ര തന്നെ. പക്ഷെ നമ്മൾക്ക് സാധാരണ ചപ്പാത്തി ഇതൊക്കെ ചുട്ടിയെടുക്കുമ്പോൾ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ റൗണ്ടിൽ പരത്തിയെടുക്കല്ലേ, പക്ഷേ ഇത് കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾക്ക് പരത്തിയെടുത്തിട്ട് 2 ഭാഗത്തേക്ക് നമ്മൾക്ക് ഒന്ന് ഡിവൈഡ് ആക്കിയിട്ട് പീസാക്കുക. 2 പീസാക്കിയ ശേഷം ഇതേപോലത്തെ പിടിച്ചിട്ട് കോണ് തയ്യാറാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ഒട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെള്ളം തേച്ചിട്ട് ഇതേപോലത്തെ നന്നായിട്ട് കയ്യിൽ പ്രസ്സാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ നന്നായിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് ഓയിലിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തുറന്ന് വരണ്ട. അതൊന്ന് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലത്തെ എത്ര ഫില്ലിങ് ചേർക്കാൻ പറ്റുന്നുണ്ട് അത്രയും അതനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ചേർത്തിട്ട് ഇതിൽ മേലത്തെ ഭാഗം സൈഡ് കൂടെ നമുക്ക് വെള്ളം വെച്ചിട്ട് ഇതേപോലത്തെ ഒന്ന് നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത്രയും സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കും. പിന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, ഒരുപാട് ബുദ്ധിമുട്ട് ഇതൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സമോസ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി സമോസ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ വേനയ്ക്ക് ഒരുമിച്ച് നമ്മൾക്ക് എല്ലാം പരത്തിയെടുത്തിട്ട് വെച്ചിട്ട് ഇതേപോലത്തെ പിന്നെ ഒരുമിച്ച് തന്നെ നമ്മൾക്ക് പിന്നെ ഇങ്ങനെ സമോസ ഫില്ലിംഗ് ആക്കി എടുത്താലേ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് വലുതാവും പറഞ്ഞിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഷീറ്റ് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് എല്ലാം ബാക്കി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് പിന്നെ ഓയിലും പിന്നെ പൊടി ഇതൊന്നും തേക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കട്ടെ. ഇപ്പോൾ നോമ്പ് വരാനായില്ലേ, ഇപ്പോൾ നോമ്പ് സമയം, ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ അല്ലാണ്ട് ഈവനിങ് സ്നാക്സ് ഇതൊക്കെ ആയിട്ട് ആകെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അത്രയും സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾ നോർത്ത് സൈഡ് ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ചായക്കടയിൽ ഇതൊക്കെ ഇതേപോലത്തെ സ്നാക്സ് കിട്ടുന്നുണ്ട്. പക്ഷേ നല്ല എന്താ പറയുക, നല്ല ഫേമസ് സ്നാക്സാണ് കേട്ടോ. ഇത് മിനി സമോസ റെസിപ്പീനെ പറയുന്നുണ്ട്, പക്ഷേ ഇത് മിനി ഇല്ല, ഏകദേശം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ചായൻ്റെ കൂടെ നോമ്പ് തുറക്കുമ്പോൾ. ഇതൊക്കെ നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനിവിടെ മൊത്തം ഇല്ല, പകുതി സമോസ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ഇതിൽ ഒരു കാര്യം പറയുമ്പോൾ ഓയിലിൻ്റെ ടെമ്പറേച്ചർ എത്ര വേണം, ഓയിൽ ചട്ടിക്ക് ഒഴിക്കുക, ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം അവിടേക്ക് ഇതിലേക്ക് സമോസ ആഡാക്കി കൊടുക്കാം. ഒരുപാട് നമുക്ക് പക്കോട ഇതൊക്കെ കുറച്ച് എടുക്കുമ്പോൾ നമുക്ക് ഓയിൽ നല്ല ചൂട് വേണം, അങ്ങനെ ഇതൊന്നുമില്ലേ. ഇത് മെല്ലെ ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ, നമുക്ക് ഫ്രൈ ആയി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൽ മേലെ എണ്ണ പ്രസ്സാക്കി മറ്റേ
ജസ്റ്റ് ഇതിൽ മേലെ എണ്ണ വെച്ച് അങ്ങനെ തരച്ച് കൊടുത്താൽ മതി. അത്ര എണ്ണ പക്ഷേ അത് മെല്ലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതേപോലത്തെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്, പിന്നെ നമുക്ക് ഫസ്റ്റ് സമോസ ആഡ് ആക്കുമ്പോൾ അതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതിലേക്ക് തുടയെ വേണ്ട. അത് നന്നായിട്ട് ഒരു സൈഡിലേക്ക് നല്ല ഫ്രൈ ആക്കി വരുമ്പോൾ ഇത് ഇങ്ങനെ മേലേക്ക് വരുമല്ലേ, അതിന് ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വിചാരിച്ചത് എണ്ണ കുടിക്കില്ല, ഒന്നാവില്ല, എണ്ണ പിടിക്കില്ല, അങ്ങനത്തെ ഓരോ സംഭവമില്ല. നല്ല ക്രിസ്പിയാണ്. അതാണ് അവിടേക്ക് നെയ്യ് ചേർക്കാണ്ട് കാരണം അതാണ്. നല്ല ക്രിസ്പിയായിട്ട് സമോസ കിട്ടും. നമുക്ക് മേലത്തെ ടോപ്പ് ഭാഗമല്ലേ ഇത് മൈദൻ്റെ നല്ല അടിപൊളി ക്രിസ്പി സ്നാക്സാണ്. പിന്നെ ഒന്നാമത്തെ നമ്മൾക്ക് സമോസ ഉണ്ടാക്കണമെങ്കിൽ അല്ലാണ്ട് നമുക്ക് കടയിൽ പോയിട്ട് സമോസ ഷീറ്റ് മേടിക്കണം, അല്ലാണ്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കണം. അത് കുറച്ച് പ്രോസസ്സ് ലോങ് ആണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. മാവ് കുഴയ്ക്കുക, ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക, ഒരു ഫില്ലിങ് തയ്യാറാക്കുക, എന്നിട്ട് നന്നായിട്ട് അടിപൊളി സ്നാക്സ് തയ്യാറാക്കി എടുക്കുക. ഇത്ര സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മൾ ഒരു ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു ബാച്ച് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എനിക്കൊരു 8-9 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ബാച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ഒരു ബാച്ച് ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് എണ്ണ ടെമ്പറേച്ചർ കൂടുതലേ, അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് ലോ ആകുമ്പോൾ പിന്നെ നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ആക്കി എടുക്കാം. ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു സമോസ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ സമോസ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ ക്രഷ് എന്താ പറയുക, നല്ല ക്രാക്ക് ആക്കുമ്പോൾ കൂടെ ഒരു എന്താ പറയുക അങ്ങനെ പൊട്ടിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉള്ളിലെ ഫില്ലിങ് നല്ല അടിപൊളി. പിന്നെ കുറച്ച് എരിവ് നിങ്ങൾക്ക് വയ്ക്കാം, എരിവുണ്ട്, നല്ല ഏകദേശം ഒരു പുളിപ്പുണ്ട്, പക്ഷെ നല്ലൊരു ചുടുക്കിൽ ഫില്ലിങ് ആണ് കേട്ടോ ഉള്ളിലത്തെ ടോപ്പിംഗ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിലേക്ക് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് വെക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് തൊട്ടോടെ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി ബെല്ല്. അപ്പോൾ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷനുകൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഫാമിലിക്ക്, റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന് ഇതൊക്കെ വീഡിയോ ഷെയർ ആക്കിക്കോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. ഇനി ഇതേപോലത്തെ ഞാൻ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്ക് എല്ലാവർക്കും താങ്ക് യു, നന്ദി, സ്റ്റേ ഹാപ്പി.